പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ലോകം ഇന്ന് വലിയൊരു അനിശ്ചിതത്വത്തിലൂടെയാണ് കടന്നു പോകുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ദിനം പ്രതി വന്നെത്തുന്ന വാർത്തകളിൽ വലിയൊരു ശതമാനവും യുദ്ധങ്ങളെക്കുറിച്ചും അതിർത്തി തർക്കങ്ങളെക്കുറിച്ചും ആഗോള സാമ്പത്തിക പ്രതിസന്ധികളെക്കുറിച്ചുമാണ്. ഇന്ന് ലോകം പല ധ്രുവങ്ങളിലായി വിഭജിക്കപ്പെട്ടിരിക്കുന്നു. വലിയ രാഷ്ട്രങ്ങൾ തമ്മിലുള്ള പോരാട്ടങ്ങൾ, പുതിയ സഖ്യങ്ങളുടെ രൂപീകരണം, ഇതെല്ലാം കാണുമ്പോൾ സാധാരണക്കാരായ നമ്മളിൽ പലർക്കും ഉള്ളിൽ ഒരു ചോദ്യം ഉയരാറുണ്ട്. നമ്മൾ ജീവിക്കുന്നത് ബൈബിൾ പ്രവചിച്ച അന്ത്യകാലത്താണോ? അതെ, നമ്മെ ഭയപ്പെടുത്തുന്ന വാർത്തകൾക്കിടയിലും ആശ്വാസം നൽകുന്ന ചില സത്യങ്ങൾ ബൈബിളിൽ ഒളിഞ്ഞിരിപ്പുണ്ട്. അതിലൊന്നാണ് പ്രവാചകനായ യെഹെസ്കേൽ വെളിപ്പെടുത്തിയ ഗോഗ് മാഗോഗ് യുദ്ധം. ഈ പ്രവചനം നമ്മുടെ കാലഘട്ടവുമായി എത്രത്തോളം ചേർന്ന് നിൽക്കുന്നു എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. എന്താണ് ഈ ഗോഗ് മാഗോഗ്? പലർക്കും ഇതൊരു നിഗൂഢമായ പേര് പോലെ തോന്നാം. എന്നാൽ ബൈബിളിലെ യെഹെസ്കേൽ പ്രവചനം 38-39 അധ്യായങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. വടക്ക് ദേശത്ത് നിന്നും വരുന്ന ഒരു വലിയ സൈന്യത്തെക്കുറിച്ചും അവരുടെ നേതാവായ ഗോഗിനെ കുറിച്ചും ദൈവം പ്രവചിക്കുന്നു. ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഇതാണ്: ഇസ്രായേൽ ജനത ചിതറിപ്പോയ അവസ്ഥയിൽ നിന്ന് തിരികെ വന്ന് സുരക്ഷിതമായി പാർക്കുന്ന ഒരു കാലത്താണ് ഈ യുദ്ധം നടക്കുന്നത് എന്ന് വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. 1948 ഇസ്രായേൽ ഒരു രാഷ്ട്രമായി മാറിയതിനു ശേഷം ഈ പ്രവചനം എത്രമാത്രം പ്രസക്തമാണെന്ന് ഇന്ന് ലോകം അത്ഭുതത്തോടെ വീക്ഷിക്കുകയാണ്. വടക്ക് നിന്ന് വരുന്ന ആ വൻശക്തി ആരൊക്കെയാണ്? ഇന്ന് ലോക രാഷ്ട്രീയത്തിൽ നമ്മൾ കാണുന്ന ചില രാജ്യങ്ങളാണോ ഈ പ്രവചനത്തിലെ പ്രധാന കഥാപാത്രങ്ങൾ? ബൈബിൾ നൽകുന്ന സൂചനകൾ ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളുമായി എത്രത്തോളം പൊരുത്തപ്പെടുന്നുണ്ട്? ഈ ചോദ്യത്തിനുള്ള ഉത്തരങ്ങൾ ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നു. ഈ വീഡിയോ കാണുന്ന നിങ്ങളോട് എനിക്കൊന്നേ പറയാനുള്ളൂ: ഇതൊരു ഭയപ്പെടുത്തലല്ല, മറിച്ച് ദൈവത്തിന്റെ വചനം എത്രമാത്രം കൃത്യമാണെന്നും അന്ത്യകാലത്ത് ദൈവമെല്ലാം നിയന്ത്രിക്കുന്നുണ്ടെന്നും നമ്മെ ഓർമ്മിപ്പിക്കാനാണ്. പ്രവചനങ്ങൾ കേൾക്കുമ്പോൾ നമ്മൾ പരിഭ്രമിക്കുകയല്ല വേണ്ടത്, മറിച്ച് ഈ കാലഘട്ടത്തിൽ നമ്മുടെ ജീവിതം എങ്ങനെ ആയിരിക്കണമെന്ന് ചിന്തിക്കുകയാണ് വേണ്ടത്. ഈ യുദ്ധം എപ്പോൾ സംഭവിക്കും? ഇതിന്റെ പിന്നിലെ അജണ്ട എന്താണ്? ദൈവം ഇസ്രായേലിനെ എങ്ങനെയാണ് സംരക്ഷിക്കാൻ പോകുന്നത്? ഈ ചോദ്യങ്ങൾക്കെല്ലാം ബൈബിളിന്റെ ആഴത്തിലുള്ള വെളിച്ചത്തിൽ നമ്മൾ മറുപടി തേടുകയാണ്. വരും മിനിറ്റുകളിൽ ഭയത്തിൽ നിന്ന് വിശ്വാസത്തിലേക്കുള്ള ഒരു യാത്രയാണ് നമ്മൾ നടത്തുന്നത്. ബൈബിൾ വചനം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ലോകം എങ്ങോട്ട് പോയാലും നമ്മൾ ഭയപ്പെടേണ്ടതില്ല. നമുക്ക് ഈ വിഷയത്തിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാം. വീഡിയോ അല്പം പോലും സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. നമുക്ക് യെഹെസ്കേൽ പ്രവചനം 38 അധ്യായത്തിന്റെ തുടക്കത്തിലേക്ക് പോകാം. അവിടെ ദൈവം ഗോഗിനോട് അരുളി ചെയ്യുന്നു: അനേക വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഒരു ദേശത്തിന് വാൾ വരും. വാളിൽ നിന്ന് വിടുവിക്കപ്പെട്ട് അനേക ജാതികളുടെ ഇടയിൽ നിന്ന് ഇസ്രായേൽ മലകളിലേക്ക് വന്നു ചേർന്ന ഒരു ദേശത്തേക്ക്. ഇതൊന്ന് ശ്രദ്ധിക്കൂ. ഇസ്രായേൽ ചിതറിപ്പോയ ജനതയായിരുന്നു. എന്നാൽ കഴിഞ്ഞ നൂറ്റാണ്ടിൽ അവർ വീണ്ടും ഒന്നിച്ചുകൂടി സുരക്ഷിതമായി പാർക്കുന്ന ഒരു ജനത. ബൈബിൾ ഇവിടെ വ്യക്തമാക്കുന്നത് ഒരു നിശ്ചിത കാലഘട്ടത്തെയാണ്. ഇന്ന് ഇസ്രായേൽ സമാധാനത്തോടെയും സുരക്ഷിതത്വത്തോടെയും പാർക്കാൻ ശ്രമിക്കുന്ന ഈ കാലം പ്രവചനം നിറവേറാൻ പാകമായ ഒരു അന്തരീക്ഷമാണ് ഒരുക്കിയിരിക്കുന്നത്. ഈ സുരക്ഷിതത്വം എന്നത് സൈനികമായ കരുത്തിനേക്കാൾ ഉപരി ഒരു പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഇനി ആരെല്ലാം ചേർന്നാണ് ഈ യുദ്ധം നയിക്കുന്നത്? യെഹെസ്കേൽ പ്രവചനം 38 അധ്യായത്തിൽ മേശക്, തൂബാൽ, പേർഷ്യ, കൂശ്, പൂത്ത്, ഗോമർ, തൊഗർമ എന്നീ പേരുകൾ പരാമർശിക്കപ്പെടുന്നുണ്ട്. പ്രമുഖ ബൈബിൾ ചരിത്രകാരന്മാരുടെ അഭിപ്രായത്തിൽ ഇവ ഇന്നത്തെ ആധുനിക രാഷ്ട്രങ്ങളുടെ ഭൂപ്രദേശങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. പേർഷ്യ എന്നത് ഇന്നത്തെ ഇറാന്റെ പഴയ പേരാണെന്ന് നമുക്ക് വ്യക്തമായി അറിയാം. റഷ്യ, തുർക്കി, ലിബിയ, സുഡാൻ തുടങ്ങിയ വടക്കും തെക്കും നിന്നുള്ള വൻ സഖ്യം ഇസ്രായേലിനെതിരെ അണിനിരക്കുന്നു. ശ്രദ്ധിക്കുക, ഇവർ ഇസ്രായേലിനെ നശിപ്പിക്കാൻ വരുന്നതാണ്. ഇന്ന് ലോക രാഷ്ട്രീയത്തിൽ ഇസ്രായേലിനെതിരെ രൂപപ്പെടുന്ന ഓരോ സഖ്യങ്ങളും ഈ വചനം എത്രത്തോളം യാഥാർത്ഥ്യത്തിലേക്ക് അടുക്കുന്നു എന്നതിന്റെ തെളിവുകളാണ്. എന്തുകൊണ്ട് ഇവർ ഇസ്രായേലിനെ ആക്രമിക്കുന്നു? അതിനുള്ള ഉത്തരം ബൈബിളിൽ തന്നെയുണ്ട്. കൊള്ളയടിക്കാനും
കവർച്ച ചെയ്യാനും അവർ വരുന്നു. ഈ യുദ്ധം മനുഷ്യരുടെ ആയുധങ്ങൾ കൊണ്ടല്ല തീരുമാനിക്കപ്പെടുന്നത്. ഇസ്രയേൽ ഒറ്റപ്പെട്ടു കഴിഞ്ഞു എന്ന് ലോകം കരുതുമ്പോൾ ദൈവം ഇടപെടും. യെഹെസ്കേൽ 38:18 മുതൽ 22 വരെയുള്ള ഭാഗങ്ങളിൽ ദൈവം വ്യക്തമായി പറയുന്നു, ഇസ്രയേൽ ദേശത്തിന് വിരോധമായി ഗോഗു വരുന്ന അന്നാളിൽ എന്റെ ക്രോധം എന്റെ മൂക്കിൽ ജ്വലിക്കും എന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്. അന്നാളിൽ നിശ്ചയമായിട്ടും ഇസ്രയേൽ ദേശത്ത് ഒരു വലിയ ഭൂകമ്പം ഉണ്ടാകുമെന്ന് ഞാൻ എന്റെ തീഷ്ണതയിലും എന്റെ കോപാഗ്നിയിലും അരുളി ചെയ്തിരിക്കുന്നു. അങ്ങനെ സമുദ്രത്തിലെ മത്സ്യവും ആകാശത്തിലെ പറവയും കാട്ടിലെ മൃഗവും നിലത്തഴയുന്ന ഇഴജാതികളൊക്കെയും ഭൂതലത്തിലെ സകല മനുഷ്യരും എന്റെ സന്നിധിയിൽ വിറയ്ക്കും. മലകൾ ഇടിഞ്ഞുപോകും, കടുംതൂക്കങ്ങൾ വീണുപോകും, എല്ലാ മതിലും നിലംപരിചാകും. ഞാൻ എന്റെ സകല പർവ്വതങ്ങളോടും അവന്റെ നേരെ വാളെടുപ്പാൻ കൽപ്പിക്കും എന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്. ഓരോരുത്തന്റെ വാൾ അവനവന്റെ സഹോദരന് വിരോധമായിരിക്കും. ഞാൻ മഹാമാരി കൊണ്ടും രക്തം കൊണ്ടും അവനെ ന്യായം വിധിക്കും. ഞാൻ അവന്റെ മേലും അവന്റെ പടക്കൂട്ടങ്ങളുടെ മേലും അവനോട് കൂടെയുള്ള പല ജാതികളുടെ മേലും പെരുമഴയും വലിയ ആലിപ്പഴവും തീയും ഗന്ധകവും വർഷിപ്പിക്കും. ചിന്തിച്ചു നോക്കൂ, ഒരു യുദ്ധം തുടങ്ങുന്നത് ശത്രുക്കളുടെ ആസൂത്രണത്തോടെയാണ്. എന്നാൽ അത് അവസാനിക്കുന്നത് ദൈവത്തിന്റെ അജയ്യമായ ശക്തി വെളിപ്പെടുത്തിക്കൊണ്ടാണ്. എന്തുകൊണ്ടാണ് ദൈവം ഈ യുദ്ധത്തെ അനുവദിക്കുന്നത്? അവസാനം ദൈവം തന്നെ അതിന് ഉത്തരം നൽകുന്നുണ്ട്. ഇങ്ങനെ ഞാൻ എന്നെ തന്നെ മഹത്വീകരിക്കുകയും എന്നെ തന്നെ വിശുദ്ധീകരിക്കുകയും പല ജാതികളും കാണെ എന്നെ തന്നെ വെളിപ്പെടുത്തുകയും ഞാൻ യഹോവയെന്ന് അവർ അറിയുകയും ചെയ്യും. യെഹെസ്കേൽ പ്രവചനം 38:23 വാക്യം. ഈ യുദ്ധത്തിന്റെ ആത്യന്തിക ലക്ഷ്യം ദൈവത്തിന്റെ മഹത്വം ലോകത്തിന് വെളിപ്പെടുത്തുക എന്നതാണ്. ജനങ്ങൾ, രാഷ്ട്രങ്ങൾ, ഭരണകൂടങ്ങൾ എല്ലാവരും ദൈവത്തിന്റെ പരമാധികാരം തിരിച്ചറിയുന്ന നിമിഷമായിരിക്കും അത്. ഈ യുദ്ധം കേവലം ഒരു തർക്കമല്ല, ഇത് ദൈവവും ലോകശക്തികളും തമ്മിലുള്ള ഒരു വെളിപ്പെടുത്തലാണ്. പ്രിയ സഹോദരങ്ങളെ, ഈ വചനങ്ങൾ വായിക്കുമ്പോൾ നമ്മൾ തിരിച്ചറിയേണ്ടത് ദൈവത്തിന്റെ നിയന്ത്രണം എത്ര വലിയതാണ് എന്നതാണ്. ഇനി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു ചോദ്യമാണ്. ഈ യുദ്ധം കൃത്യമായി എപ്പോഴാണ് സംഭവിക്കുന്നത്? ബൈബിളിൽ തീയതികളൊന്നും നൽകുന്നില്ല എന്നതാണ് സത്യം. എന്നാൽ കാലത്തിന്റെ ലക്ഷണങ്ങൾ തിരിച്ചറിയാൻ ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 24 അധ്യായത്തിൽ യേശുക്രിസ്തു അന്ത്യകാലത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ കാര്യങ്ങൾ സംഭവിക്കാൻ തുടങ്ങുമ്പോൾ തല ഉയർത്തി നോക്കുവിൻ എന്നാണ് പറയുന്നത്. യെഹെസ്കേൽ 38 പറഞ്ഞിരിക്കുന്ന കാലഘട്ടം അന്ത്യവർഷങ്ങളിൽ അല്ലെങ്കിൽ ലേറ്റർ ഇയേഴ്സ് എന്നാണ് ബൈബിൾ വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഇസ്രയേൽ ഒന്ന് ചേർന്നതിന് ശേഷമുള്ള ഒരു കാലഘട്ടമാണ്. ഇതൊരടയാളമാണ്. എങ്കിലും കൃത്യമായൊരു തീയതി കുറിക്കാൻ നമുക്ക് സാധ്യമല്ല. ഈ വിഷയത്തിൽ ബൈബിൾ പണ്ഡിതന്മാർ പ്രധാനമായും 3 അഭിപ്രായങ്ങളാണ് ഉയർത്തിക്കാട്ടുന്നത്. ഒന്ന്, മഹോപദ്രവത്തിന് മുൻപ്. പലരും വിശ്വസിക്കുന്നത് ഈ യുദ്ധം സഭയെടുക്കപ്പെട്ടതിന് ശേഷമോ അല്ലെങ്കിൽ മഹോപദ്രവത്തിന്റെ തുടക്കത്തിലോ നടക്കുമെന്നാണ്. സമാധാനത്തിന്റെ ഒരു കരാർ ഇസ്രയേലിന് ലഭിക്കുമ്പോൾ അപ്രതീക്ഷിതമായ ഒരു ആക്രമണം ഉണ്ടാകും. 2, മഹോപദ്രവത്തിന്റെ മധ്യത്തിൽ. ചിലർ വാദിക്കുന്നു ഇത് 7 വർഷത്തെ മഹോപദ്രവത്തിന്റെ മധ്യത്തിലായി അന്തിക്രിസ്തുവിന്റെ ഭരണകാലത്ത് നടക്കും എന്നാണ്. ഇസ്രയേലിന്റെ സുരക്ഷിതത്വം തകരുന്ന ഒരു ഘട്ടമായി അത് മാറുന്നു. 3, 1000 വർഷ ഭരണത്തിന്റെ അവസാനം. വെളിപ്പാട് 20:8 ഒരു ഗോഗ് മാഗോഗ് യുദ്ധത്തെക്കുറിച്ച് വീണ്ടും കാണുന്നുണ്ട്. ക്രിസ്തുവിന്റെ 1000 വർഷത്തെ സമാധാന ഭരണത്തിന് ശേഷം പിശാചിനെ അഴിച്ചുവിടുമ്പോൾ നടക്കുന്ന അവസാനത്തെ പോരാട്ടമാണ്. ഇന്നത്തെ ലോക രാഷ്ട്രീയ സ്ഥിതി ഒന്ന് പരിശോധിച്ചു നോക്കൂ. മധ്യപൂർവേഷ്യയിൽ ഇസ്രയേലിനെതിരെ രൂപപ്പെടുന്ന സഖ്യങ്ങൾ, റഷ്യയും ഇറാനും പോലുള്ള രാജ്യങ്ങളുടെ ഇടപെടലുകൾ, ഇസ്രയേൽ ഇന്ന് ലോകത്തിൽ ഒരു പ്രധാന ശക്തിയായി വളർന്നിരിക്കുന്നത്, ഇതെല്ലാം യെഹെസ്കേൽ പറഞ്ഞ പശ്ചാത്തലത്തെ ഓർമ്മിപ്പിക്കുന്നു. ഇത് ഒരു അലാം പോലെയാണ്. യുദ്ധം തുടങ്ങാൻ പോകുന്നതിന്റെ സൂചനകൾ കാണുമ്പോൾ നമ്മൾ ഉണർന്നിരിക്കുക എന്നതാണ് പ്രധാനം. പ്രവചനങ്ങൾ കേവലം അറിവുകൾക്ക് വേണ്ടിയല്ല, മറിച്ച് നമ്മുടെ ആത്മീക നിലവാരം ഉയർത്താനാണ്. പിതാവ് തന്റെ സ്വന്തം അധികാരത്തിൽ വെച്ചിട്ടുള്ള കാലങ്ങളെയോ സമയങ്ങളെയോ അറിയുന്നത് നിങ്ങൾക്കുള്ളതല്ല എന്നാണ്
അപ്പോസ്തല പ്രവൃത്തികൾ 1:7 വ്യക്തമായി പറയുന്നത്. അതുകൊണ്ട് തീയതികൾ പ്രവചിക്കുന്നതിനേക്കാൾ വലിയ കാര്യം ദൈവം എപ്പോൾ തീരുമാനിച്ചാലും ആ നിമിഷത്തെ അഭിമുഖീകരിക്കാൻ പാകത്തിൽ നമ്മൾ ഒരുങ്ങിയിരിക്കുന്നുണ്ടോ എന്നതാണ്. ഇസ്രയേൽ സുരക്ഷിതമായി പാർക്കുന്നു എന്ന് പറയുമ്പോൾ ഭൗതികമായ സുരക്ഷിതത്വത്തിൽ മാത്രം ആശ്രയിക്കുന്ന ജനതയാണ് അവിടെയുള്ളത്. എന്നാൽ നമ്മൾ നമ്മുടെ വിശ്വാസത്തിൽ സുരക്ഷിതരാണ്. അതാണ് പ്രധാനം. ഈ യുദ്ധത്തെക്കുറിച്ചുള്ള പഠനം നമ്മെ പ്രാർത്ഥിക്കുന്നവരും ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവരുമാക്കി മാറ്റട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയ സഹോദരങ്ങളെ, നമ്മൾ ഇന്ന് ഏറ്റവും ഗൗരവകരമായ ഒരു വിഷയമാണ് ചർച്ച ചെയ്തത്. യെഹെസ്കേൽ പ്രവാചകൻ മുന്നറിയിപ്പ് നൽകിയ ഗോഗ് മാഗോഗ് യുദ്ധം. എന്താണ് ഈ യുദ്ധം? ഇതൊരു വെറും ചരിത്ര സംഭവമല്ല, മറിച്ച് ദൈവത്തിന്റെ പരമാധികാരം ലോകത്തിന് മുൻപിൽ വെളിപ്പെടുന്ന ഒരു നിർണായക നിമിഷമാണ്. ഇസ്രായേലിനെതിരെ ലോകശക്തികൾ അണിനിരക്കുമ്പോൾ ദൈവം തന്റെ ജനത്തെ സംരക്ഷിക്കാനായി നേരിട്ടിടപെടുന്ന ആ അത്ഭുതകരമായ കാഴ്ചയാണ് നാം കണ്ടു കഴിഞ്ഞത്. പ്രവചനങ്ങൾ എന്ന് പറയുമ്പോൾ അത് നമ്മെ ഭയപ്പെടുത്താനല്ല, മറിച്ച് ദൈവം ഈ ലോകത്തിന്റെ നാഥനാണ് എന്ന് നമ്മെ ഓർമ്മിപ്പിക്കാനാണ്. ഇസ്രയേലിന്റെ ഇന്നത്തെ അവസ്ഥയും ചുറ്റുമുള്ള രാജ്യങ്ങളുടെ നീക്കങ്ങളും ഈ വചനം എത്രമാത്രം യാഥാർത്ഥ്യത്തിലേക്ക് അടുക്കുന്നു എന്നതിന്റെ വ്യക്തമായ തെളിവുകളാണ്. ഇനി നമ്മൾ ചിന്തിക്കേണ്ടത് ഇതാണ്: ഈ അന്ത്യകാല പ്രവചനങ്ങൾ കേൾക്കുമ്പോൾ നമ്മുടെ പ്രതികരണം എന്തായിരിക്കണം? പലരും പേടിയോടെയാണ് ഇത്തരം കാര്യങ്ങളെ കാണുന്നത്. എന്നാൽ ബൈബിൾ നമ്മോട് പറയുന്നത് നമ്മുടെ വീണ്ടെടുപ്പ് അടുത്തിരിക്കുന്നത് കൊണ്ട് തല ഉയർത്തി നോക്കുവിൻ എന്നാണ്. പ്രവചനങ്ങൾ അറിഞ്ഞിരിക്കുക എന്നത് കേവലം അറിവിന് വേണ്ടിയല്ല, മറിച്ച് നമ്മുടെ ജീവിതം ദൈവത്തിന്റെ വചനത്തിന് അനുസൃതമായി ക്രമീകരിക്കാൻ വേണ്ടിയാണ്. നിങ്ങൾ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവരാണോ? നിങ്ങളുടെ ജീവിതം ക്രിസ്തുവിന്റെ വരവിനായി ഒരുങ്ങിയിട്ടുണ്ടോ? ഈ ചോദ്യങ്ങൾ നമ്മൾ ഓരോരുത്തരും നമ്മോട് തന്നെ ചോദിക്കേണ്ടതുണ്ട്. പ്രിയ സഹോദരങ്ങളെ, ലോകം മാറും, യുദ്ധങ്ങൾ വരും, എന്നാൽ ദൈവത്തിന്റെ വചനം എന്നേക്കും നിലനിൽക്കും. ഭയപ്പെടേണ്ടതില്ല. ലോകാവസാനത്തെക്കുറിച്ചോ യുദ്ധത്തെക്കുറിച്ചോ ഉള്ള വാർത്തകൾ കേൾക്കുമ്പോൾ നിങ്ങൾ പരിഭ്രമിച്ചു പോകാതെ സമാധാനത്തോടെ ദൈവത്തിൽ ആശ്രയിക്കുക. പ്രാർത്ഥനയാണ് നമ്മുടെ ഏറ്റവും വലിയ ആയുധം. ഇസ്രായേലിന് വേണ്ടിയും ലോക സമാധാനത്തിന് വേണ്ടിയും നമ്മുടെ നാടിന്റെ ആത്മീക ഉണർവിന് വേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ സഹോദരങ്ങളെ, ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ ഇത് മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക. ഈ അന്ത്യകാലത്ത് വിശുദ്ധിയോടെയും വിശ്വാസത്തോടെയും ജീവിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും ദൈവം കൃപ നൽകട്ടെ. ഈ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. മറ്റുള്ളവരിലേക്കും ഈ വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കും.